കടുത്ത ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗം അവസാനിച്ചു. കൂടുതൽ വിവരങ്ങൾ വി അരുൺ നൽകും. അരുൺ, എന്തെല്ലാമാണ് ഈ യോഗത്തിലെ തീരുമാനങ്ങൾ? മഞ്ജുഷ, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിലുണ്ടായി. മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് അടച്ചിടാൻ നിർദ്ദേശം നൽകാനാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മുതൽ വൈകിട്ട് 3 മണി വരെ ഒഴിവാക്കണം. ആ സമയത്ത് ക്ലാസുകൾ നടത്തരുത്. പോലീസ്, ശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SP തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പലയിടത്തും ഈ അവധിക്കാല ക്യാമ്പുകൾ, NCC ഉൾപ്പെടെ ക്യാമ്പുകൾ നടക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ പകൽ സമയങ്ങളിലെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ഈ ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയുള്ള തൊഴിലിടങ്ങൾ, അതുപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളൊക്കെ പകൽ സമയം അടച്ചിടണം. ഇത്തരം മേൽക്കൂരയുള്ള വീടുകൾ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണം, നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങി തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. കലാകായിക മത്സരങ്ങൾ പൂർണ്ണമായും പകൽ സമയത്ത്, പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നടത്തരുത്, ഒഴിവാക്കണം. കന്നുകാലികളെ മേയാൻ വിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഈ സമയത്ത് ആളുകൾ കന്നുകാലികളെ കൊണ്ടുപോകാൻ പാടില്ല. ലയങ്ങൾ, ആദിവാസി കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇവിടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശവുമുണ്ട്. ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തവർ ജില്ലകളിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ആ ജോലി സമയം പുനഃക്രമീകരിക്കാൻ നേരത്തെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കർശനമായി പാലിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള സന്ദേശം കൂടിയല്ലേ ഈ യോഗം നൽകുന്നത് അരുൺ? 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് പരമാവധി ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും നേരത്തെ തന്നെ ഈ 11-3 സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തെ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് പലയിടത്തും പാലിക്കാനാകുന്നു. കാരണം സാധാരണക്കാരെ ആളുകൾക്കൊക്കെ ഈ പുറത്തിറങ്ങാതെ ഈ സമയത്ത് ജോലി ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അത് കഴിയാത്ത സമയമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പലയിടത്തും ഈ സൂര്യാതപമേറ്റുള്ള മരണങ്ങൾ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് പോലും ഈ ചൂടേറ്റുള്ള മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർശനമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുന്നത്. കുട്ടികളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് അവധിക്കാല ക്ലാസുകളുണ്ട്. അതിനൊക്കെ നിയന്ത്രണം വേണം, നേരത്തെ പറഞ്ഞാണ്. പക്ഷെ അപ്പോഴും അത് പാലിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി കർശനമായ നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ സർക്കാർ കൊണ്ടുവരും. നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കർശനമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കുമില്ല. ഇപ്പോൾ ഈ അവധിക്കാല ക്ലാസുകൾ പ്രവർത്തിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെയും നൽകിയതാണ്. പക്ഷേ പലയിടത്തും അത്തരത്തിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. അതുതന്നെയാണ്, അത്തരം ക്ലാസുകൾ നടക്കുന്നത് സ്വാഭാവികമായും പരിശോധന ഉണ്ടാകും. രക്ഷാകർത്താക്കളാണ് പലപ്പോഴും കുട്ടികളെ ക്ലാസുകൾക്ക് കൊണ്ടുവിടുന്നതും മറ്റും. അതുകൊണ്ട് അവരോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥനയായി കൂടി സർക്കാരിന്റെ തീരുമാനം വരുന്നുണ്ട്. അത്തരത്തിൽ ക്ലാസുകൾ 11 മുതൽ 3 വരെയെങ്കിലും ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ്. രാവിലെയുള്ള ക്ലാസുകൾക്ക് അത്ര നിയന്ത്രണം ഏർപ്പെടുന്നില്ല. 11 മണി വരെ ക്ലാസുകളിലേക്ക് കുട്ടികളെ അയക്കാം. അതിനുശേഷം അവർ പുറത്തു പോകാതിരിക്കാൻ, ഈ ക്ലാസുകളിലാകുമ്പോൾ പലപ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടാകും, പുറത്തുള്ള കളികളും മറ്റും ഉണ്ടാകും, അവധിക്കാല ക്യാമ്പുകളിലും മറ്റും. അത് ഒഴിവാക്കാൻ നിർദ്ദേശം. NCCയുടെയും സ്കൗട്ടിന്റെയൊക്കെ ക്യാമ്പുകൾ സാധാരണ നടക്കുന്നത് ഈ അവധിക്കാലത്താണ്. ഈ 2 മാസം അവധിക്കാലത്താണ്, വേനലവധിക്കാലത്താണ്. അതും പരമാവധി ഈ സമയത്ത് 11 മുതൽ 3 വരെയുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകാതെ നോക്കണം. ആ സമയത്ത് ഈ പുറത്തുള്ള ഡ്രില്ലും പരേഡും ഒക്കെ ഒഴിവാക്കാൻ നിർദ്ദേശം. ഈ പുറത്ത് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പെയിന്റിംഗ് തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ, റോഡ് നിർമ്മാണ തൊഴിലാളികളുണ്ട്. അവരും ഈ 11 മുതൽ 3 വരെ പരമാവധി വെയിൽ കൊള്ളാതിരിക്കാനുള്ള ശ്രമം നടത്തണം. പലപ്പോഴും അത് സാധ്യമാകുന്നില്ല. നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. പലപ്പോഴും ഈ റോഡ് നിർമ്മാണ തൊഴിലാളികളൊക്കെ പകൽ ജോലി ചെയ്യുന്നത്, ഈ വെയിലത്ത് ജോലി ചെയ്യുന്നത്, അത് പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. സുരക്ഷാ ഓഡിറ്റ്, തീപിടുത്ത സാധ്യതയും സർക്കാർ വിലയിരുത്തി. പലയിടത്തും ഈ ചൂട് കൂടുമ്പോൾ തീപിടുത്ത സാധ്യതയുമുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഫയർ ഓഡിറ്റ് അടക്കമുള്ള നടപടികളിലും വേണമെന്ന നിർദ്ദേശമുണ്ട്. കാട്ടുതീ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെയും കർശനമായ നിരീക്ഷണം നടത്താൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലാ കളക്ടർമാർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ ജില്ലയിലെയും സാഹചര്യം ജില്ലാ കളക്ടർമാർ യോഗത്തിൽ വിശദീകരിച്ചു.
ശരി അരുൺ, എന്തായാലും വലിയൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. തിങ്കളാഴ്ച വരെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവധിയായിരിക്കും. അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിക്കാല ക്ലാസുകൾ ക്രമീകരിക്കണം. രാവിലെ 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്.